ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു സ്നേഹാമി ഒഫീഷ്യൽ. എല്ലാവർക്കും ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇത് ഞങ്ങളുടെ ഫസ്റ്റ് വ്ളോഗാണ്. അപ്പോൾ ഫസ്റ്റ് വ്ളോഗ് തന്നെ ഒരു ഭക്തി മാർഗം സ്വീകരിച്ചുകൊണ്ട് നമുക്ക് കാണാം. അപ്പോൾ ഇത് ഞങ്ങൾ മുക്കോഴി ശ്രീദേവി ക്ഷേത്രത്തിൽ പോയ ഒരു ഫുട്ടേജാണ്. അപ്പം അന്ന് അവിടെ മറ്റേ പൊങ്കാല മഹോത്സവമായിരുന്നു. അപ്പം ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ പൊങ്കാല ഇട്ടില്ല, പക്ഷേ വേറെ കുറേ പേര് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് ഞങ്ങളവിടെ തൊഴാനായിട്ട് ദീപാരാധനയൊക്കെ ആയ സമയത്ത് തൊഴാനായിട്ട് നിൽക്കുന്നൊരു സീനാണ്. ഇഷ്ടംപോലെ അയ്യപ്പന്മാരുണ്ട് കേട്ടോ ഇവിടെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മണ്ഡല മാസത്തിലാണ് ഇവിടെ ഉത്സവങ്ങൾ നടന്നു വരുന്നത്. അപ്പം അതിൻ്റെ ഇടയ്ക്കും കൂടെ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു. ഇത് നമ്മുടെ അമ്മമാരൊക്കെ പൊങ്കാല ഇടുന്ന കുറേ രംഗങ്ങളാണ്. ഇവരിൽ എല്ലാവരെയും തന്നെ നമുക്ക് അറിയുന്ന ആൾക്കാർ തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് ഏറ്റവും ഇവിടെ നിൽക്കുമ്പോൾ ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാം ഈ പൊങ്കാല ഇട്ട് കഴിഞ്ഞാൽ പൊങ്കാലച്ചോറ് നിവേദിക്കുന്ന സമയത്ത് നമുക്കും കൂടെ കഴിക്കാൻ കിട്ടും. അതൊക്കെ വെയിറ്റ് ചെയ്തിങ്ങനെ ഇരിക്കുവാണ് ഞങ്ങൾ. അപ്പോൾ ഇത് അയ്യപ്പന്മാരെല്ലാം വന്ന് തൊഴുത് പ്രാർത്ഥിച്ച് പോവുകയാണ്. കാണാനായിട്ട് ഒരുപാടുണ്ട്. ഇവിടെയൊക്കെ വന്നിരുന്ന് കഴിഞ്ഞാൽ മനസ്സിനൊക്കെ ഭയങ്കര സമാധാനം, സന്തോഷം ഒക്കെയാണ്. അപ്പം ഞങ്ങൾ എന്തായാലും പൊങ്കാല ചോറ് അവർ നിവേദിക്കുന്ന ഒരു സംഭവമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം നിവേദിക്കുന്നല്ല, പൊങ്കാല അവർ ഇടാൻ പോകുന്നതിൻ്റെ തൊട്ട് മുന്നത്തെ ഒരു സംഭവമാണ്. അതായത് തിരുമേനി വന്നിട്ട് വിളക്കൊക്കെ കത്തിച്ചു കൊടുക്കും, എന്നിട്ട് അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അത് അവിടുത്തെ സംഭവം തീർന്നു. ഇത് പിന്നെ ഞങ്ങൾ നെക്സ്റ്റ് അമ്പലത്തിലേക്ക് പോവുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മണ്ഡല മാസത്തിൽ ഭക്തിമാർഗം സ്വീകരിക്കുമായിരുന്നു ഞങ്ങൾ. അപ്പോൾ ഇത് രണ്ടാമത്തെ അമ്പലത്തിലേക്ക് പോകുന്ന വഴിയാണ്. ഇങ്ങോട്ടേക്ക് പോകുന്ന വഴിയൊക്കെ അടിപൊളിയാണ്. ഞാനും എൻ്റെ അമ്മയുടെ ചേച്ചിയും അമ്മയുടെ ചേച്ചിയുടെ ഭർത്താവും അങ്ങനെയൊക്കെയാണ്. ഞങ്ങൾ കുറച്ച് ഫാമിലി ആയിട്ടാണ് പോയത്. ഞങ്ങൾ ഓട്ടോയ്ക്കാണ് പോയത്. അങ്ങോട്ടേക്ക് പോകുന്ന വഴിയൊക്കെ അടിപൊളിയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ കാട് ഫീലാണ്. അപ്പോൾ ഞങ്ങൾ പോയ അമ്പലം ശ്രീ ശിവപാർവതി ക്ഷേത്രം കാളകെട്ടിയാണ്. അപ്പം ഇവിടെയും നമ്മുടെ മണ്ഡല മാസത്തോടനുബന്ധിച്ച് തിരക്കാണ്. അപ്പം അതായത് അയ്യപ്പന്മാരെ കാണാനായിട്ടും കൂടെയാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്. ഇത് നമ്മുടെ ക്യാമറ ഒന്ന് ജസ്റ്റ് തിരിഞ്ഞു പോയി, അതാണ് നിങ്ങളിപ്പോൾ ഇങ്ങനെ കാണുന്നത്. ഇത് എൻ്റെ അമ്മയുടെ, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ പേരപ്പൻ്റെ കടയാണ്. അതായത് അവർ നിൽക്കുന്ന കടയാണ്. ഇത് ഞാനാണ് കേട്ടോ. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് അമ്മ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് കയറി വന്നതാണ്. അപ്പോൾ ഇവിടെയൊക്കെ നല്ല തിരക്കാണ്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് കടകളും ഒരുപാട് അയ്യപ്പന്മാരും ഒക്കെ ആയിട്ട് ഭയങ്കര തിരക്കാണ്. ഇവിടേക്ക് കുറച്ച് നേരം നിന്നാൽ മതി. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര അടിപൊളിയാണ്. പിന്നെ നമ്മുടെ പുറകിൽ, ഞാൻ നിൽക്കുന്നതിൻ്റെ തൊട്ട് പുറകിൽ നമ്മുടെ വെടിവഴിപാടൊക്കെ നടക്കുന്നുണ്ട്. അപ്പം അതിൻ്റെയും ഒക്കെ സൗണ്ടും ഒക്കെ ഇവിടെ കേൾക്കാം. അപ്പം ആ കാണുന്നതാണ് അമ്പലം. പക്ഷെ നമുക്ക് അമ്പലത്തിൻ്റെ അവിടെ അങ്ങനെ ഷൂട്ട് ചെയ്യാനൊന്നും പറ്റത്തില്ല. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അന്നേ ദിവസം വൈകിട്ട് ഞങ്ങളുടെ അടുത്തുള്ള മൂഴിക്കൽ ശ്രീ ശങ്കരനാരായണ സ്വാമി ക്ഷേത്രത്തിൽ പോയതാണ്. ഇതും അടിപൊളിയായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ്. ഇത് പിന്നെ ഞങ്ങൾ എന്നും വരുന്ന അമ്പലമാണ്, അതുകൊണ്ട് പുതുമയൊന്നുമില്ല. അപ്പം ഇവിടെയും കുറേ നേരം ഇരുന്നു. ശരിക്കും പറഞ്ഞ് ഇന്നിവിടെ ഭജനയാണ്, പാതി ഭജനയെന്ന് പറയും. അതായത് ഈ മണ്ഡല മാസത്തിൽ ഭജന നടത്താറുണ്ട്. അപ്പോൾ ഇന്നിവിടെ പാതി ഭജനയാണ്. അപ്പോൾ ഞങ്ങളത് കൂടാനായിട്ടും കൂടെ വന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ എന്നെ കണ്ടോ, നിങ്ങളൊന്ന് ഗസ് ചെയ്യുക ഞാൻ ഏതാണെന്ന്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് അനങ്ങുന്നുണ്ട്. അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് ഭയങ്കര കൊട്ടാണ് കേട്ടോ. എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അതായത് ഈ ഭജന എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഇതിന് മുൻപ് ഭജനയ്ക്കൊന്നും അങ്ങനെ ഇരുന്നിട്ടില്ല. മറ്റേ കൊട്ടിയിട്ടോ അങ്ങനെയൊന്നുമില്ല. പിന്നെ ഞങ്ങൾക്ക് അതിൻ്റെ ഇടയ്ക്ക് ചായയും പഴംപൊരിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു ഞങ്ങളിങ്ങനെ ഇരിക്കുകയായിരുന്നു. അടിപൊളി രസമാട്ടോ. ഇങ്ങനെ പാട്ടൊക്കെ കേട്ടിങ്ങനെ നമ്മളും കൂടെ പാടണം, അപ്പോൾ അടിപൊളി. അപ്പോൾ ഇത് അമ്മ എടുത്ത വീഡിയോ ആണ്. ശരിക്കും പറഞ്ഞ വീഡിയോ എടുത്തൊന്നും ഞാൻ കണ്ടില്ല, പക്ഷേ എന്നാലും അടിപൊളിയാണ്. ഈ കുറേ അമ്മമാരൊക്കെ ഉണ്ട്. കുറേ അമ്മമാർ മാത്രമല്ല, കുറേ ചേട്ടന്മാരും ഒക്കെ ഉണ്ട്. അപ്പം എല്ലാം കൊണ്ടും അടിപൊളിയായിട്ടുള്ളൊരു ദിവസമായിരുന്നു അന്ന്. ഫുൾ ഞങ്ങൾ കുറേ നേരം ഇരുന്നിരുന്ന് മടുക്കത്തില്ല. നമുക്ക് ശരിക്കും പറഞ്ഞാൽ അത് നല്ലൊരു രസമാണ്. ഇങ്ങനെ പാട്ടൊക്കെ പാടി ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേനും. ഇത് നിങ്ങൾക്ക് ഇതിനകത്തൊന്നും കേൾക്കത്തില്ല, ഞാൻ മ്യൂട്ട് ചെയ്തേക്കാണ്. അപ്പോൾ അത് അമ്മ എന്നെ സൂം ചെയ്ത് കാണിക്കുകയാണ്, ഇരിക്കുന്നതാണ് ഞാനെന്ന്. പക്ഷേ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഇതിൽ ക്യാമറയിലധികം കാണത്തില്ലായിരിക്കും. പക്ഷേ ഞാൻ അവിടെ ഇരിപ്പുണ്ട് ഗൈസ്. ഞാൻ പറഞ്ഞില്ലേ, ഇത് നമുക്ക് ചായ കൊടുക്കുവാണ്. അപ്പോൾ അതിൻ്റെ തിരക്കിലൊക്കെ ഞാനിങ്ങനെ ഇരിക്കുവാണ്. പിന്നെ അയ്യോ ഗൈസ്, എനിക്കെന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. കാരണം ഫസ്റ്റ് വ്ളോഗ് ആയതുകൊണ്ട് നമ്മളങ്ങനെ അങ്ങ് ഇരിക്കുകയാണ്. പിന്നെ നമുക്കിവിടെ അമ്പലം ഈ ഒരു സമയത്ത് ഏകദേശം നമ്മുടെ അമ്പലമൊക്കെ
പൂട്ടി. അതായത് 9 മണിയൊക്കെ കഴിഞ്ഞു, 8:45 9:30 ആകുമ്പോൾ അമ്പലം പൂട്ടും. ആ സമയമൊക്കെ ആയിട്ടുണ്ട്. അപ്പം എന്തായാലും അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇന്ന് ഫുൾ അമ്പല ദർശനമായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ തലേ ദിവസം വേറൊരു അമ്പലത്തിൽ പോയി, പിറ്റേ ദിവസം അതായത് ഇന്ന് 2 അമ്പലങ്ങളിൽ പോകാൻ സാധിച്ചു, രാവിലെയും വൈകിട്ടുമായിട്ട്. എന്നെയുള്ള ഒരു അടിപൊളി അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ ഇന്ന്, ശരിക്കും പറഞ്ഞാൽ അടിപൊളി. പിന്നെ ഞങ്ങളിങ്ങനെ ഭജനയൊക്കെ കൂടി ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുവാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി ഞാൻ വലിച്ച് നീട്ടുന്നില്ല, ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞു കേട്ടോ. പിന്നെ ഫസ്റ്റ് വ്ളോഗ് ആയതുകൊണ്ട് എന്തെങ്കിലും കുറ്റവും തെറ്റുമൊക്കെ കാണും. അപ്പം നിങ്ങൾ അതൊന്നും മൈൻഡ് ചെയ്യരുത്, കാരണം നമ്മുടെ ഫസ്റ്റ് വ്ളോഗാണ്. അപ്പം തെറ്റുകുറ്റങ്ങളൊക്കെ കാണും, ക്ഷമിക്കുക. അപ്പം ഞാൻ ഇത് സിംഗിളായിട്ട് എനിക്ക് ഇടാനായിട്ട് അത്ര ലെങ്ത് ഇല്ലായിരുന്നു വീഡിയോയ്ക്ക്, അതുകൊണ്ടാണ് ഈ 3 അമ്പലത്തിലും പോയത് ഞാൻ ഒറ്റ വീഡിയോ ആക്കി ഇട്ടത്. അപ്പം ഓക്കെ, എന്തായാലും ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇത്രയും നേരം കണ്ടിരുന്ന എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.